എല്ലാവർക്കും മാസ്റ്റർ കി അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അഞ്ജന റെജി AR. നമ്മൾ ഇന്നിവിടെ കുറച്ച് കാര്യങ്ങൾ ആറ്റത്തെക്കുറിച്ച് പഠിക്കാൻ പോവാണ്. ആറ്റവുമായി റിലേറ്റ് ചെയ്ത് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് വരും എന്ന് നമുക്ക് നോക്കിയാലോ. പോകാം വീഡിയോയിലേക്ക്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പഠിക്കാനുള്ള ഭാഗം എന്ന് വെച്ചാൽ എന്താണ് ആറ്റം എന്നാണ് പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ എന്താണ് ആറ്റം എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ ചുറ്റുപാടിലേക്ക് ഒന്ന് നോക്കിക്കഴിയുമ്പോഴത്തേക്കും നമുക്ക് നിരവധി സബ്സ്റ്റൻസുകളെ കാണാൻ സാധിക്കും അല്ലേ. നമ്മുടെ ചുറ്റുപാടും നിരവധി സബ്സ്റ്റൻസുകളുണ്ട്. ഈ സബ്സ്റ്റൻസുകളൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അതിനുള്ള ഉത്തരമാണ് എന്ത്? ആറ്റം. ഓക്കെ, നമ്മുടെ ചുറ്റുപാടുമുള്ള എല്ലാ സബ്സ്റ്റൻസുകളും നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ആൻസർ എന്താണ്? ആറ്റം കൊണ്ടാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു പേന ഉണ്ടായിരിക്കും, ഒരു ബുക്ക് ഉണ്ടായിരിക്കും അല്ലേ, തീർച്ചയായും കാണും. അതിലേക്കൊക്കെ ഒന്ന് സൂക്ഷിച്ച് നോക്കിയേ, ആറ്റത്തെ കാണാൻ കഴിയുന്നുണ്ടോ? ഇല്ല. അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും? നമ്മുടെ നഗ്ന നേത്രങ്ങൾ, അതായത് നമ്മുടെ ഈ നേക്കഡ് ഐ കൊണ്ട് നമുക്ക് എന്ത് കാണാൻ സാധ്യമല്ല? ആറ്റത്തെ കാണാൻ സാധ്യമല്ല. ഓക്കെ ആണ്. അതിൽ നിന്ന് ഒരു കാര്യമോട് നിങ്ങൾ പഠിച്ചു. അപ്പോൾ അത്രമേൽ സ്മോളസ്റ്റ് ആയിട്ടുള്ള ടൈനി പാർട്ടിക്കിൾ ആയിരിക്കും ഏത്? ആറ്റം എന്ന് പറയുന്നത്. അതെ, തീർച്ചയായിട്ടും ആറ്റം എന്താണെന്ന് ചോദിച്ചാൽ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ഓഫ് എ സബ്സ്റ്റൻസ്. ഏതൊരു സബ്സ്റ്റൻസിലെയും ഏറ്റവും സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ഏതായിരിക്കും? ആറ്റം ആയിരിക്കും. ഓക്കെ ആണ്. അപ്പോൾ നന്നായിട്ട് ഓർത്ത് വെച്ചോ, സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ഓഫ് എ സബ്സ്റ്റൻസ് ഈസ് നോൺ ആസ് എന്താണ്? ആറ്റമാണ്. ഇനി നമുക്കറിയാം ഏതൊരു പാർട്ടിക്കിളിൻ്റെയും ഫണ്ടമെന്റൽ പാർട്ടിക്കിൾ ഏതാണ്? ഏതൊരു സബ്സ്റ്റൻസിൻ്റെയും ഫണ്ടമെന്റൽ പാർട്ടിക്കിൾ ഏതാണ്? പഠിച്ചു ചോദിച്ചോളൂ. അതും എന്ത് തന്നെയാണ്? ആറ്റം തന്നെയാണ്. അപ്പോൾ എങ്ങനെയൊക്കെ ചോദിക്കാം? സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ഓഫ് എ സബ്സ്റ്റൻസ് എന്നും ഫണ്ടമെന്റൽ പാർട്ടിക്കിൾ ഓഫ് എ സബ്സ്റ്റൻസ് എന്നും ചോദിച്ചാൽ ആൻസർ എന്ത് തന്നെയാണ്? ആറ്റമാണ്. അപ്പോൾ തീർച്ചയായും നമുക്ക് കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത ഈ ആറ്റത്തെ ആരായിരിക്കും കണ്ടെത്തിയിട്ടുണ്ടാവുക? ഇനി അങ്ങോട്ടാണ് ആറ്റത്തെ ആരാണ് കണ്ടെത്തിയിട്ടുണ്ടാവുക? തീർച്ചയായും ആറ്റം കണ്ടെത്തിയ ആളുടെ പേര് ജോൺ ഡാൾട്ടൺ എന്നാണ്. ആറ്റം കണ്ടെത്തിയ ആളുടെ പേര് എന്താണ്? ജോൺ ഡാൾട്ടൺ. ഏത് വർഷമാണെന്ന് ചോദിച്ചാൽ 1807 എന്നാണ് 1807. അപ്പോൾ എന്താണ് ആറ്റം എന്ന് ചോദിച്ചാൽ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ഓഫ് എ സബ്സ്റ്റൻസ് എന്നോ, അല്ലെങ്കിൽ നമ്മൾ ഒന്നുകൂടെ പഠിച്ചു ഫണ്ടമെന്റൽ പാർട്ടിക്കിൾ ഓഫ് എ സബ്സ്റ്റൻസ്. അതോടൊപ്പം തന്നെ ആറ്റം കണ്ടെത്തിയ ആളുടെ പേര് ഡിസ്കവേർഡ് ബൈ ജോൺ ഡാൾട്ടൺ ഇൻ 1807. അതായത് 1807 ജോൺ ഡാൾട്ടൺ ആണ് ആരെ കണ്ടെത്തിയത്? ആറ്റത്തെ കണ്ടെത്തിയത്. ഓക്കെ അല്ലേ? നമുക്കറിയാം ഈ ആറ്റത്തെ കണ്ടെത്തി കഴിഞ്ഞ് നമ്മുടെ മുന്നിൽ വന്ന ആറ്റം, ഞാൻ ആറ്റം കണ്ടെത്തി എന്ന് പറഞ്ഞാൽ നമ്മൾ സമ്മതിച്ചു കൊടുക്കുമോ? ഇല്ല, തീർച്ചയായിട്ടും സമ്മതിച്ചു കൊടുക്കില്ല. അപ്പോൾ ഡെഫിനറ്റ്ലി അത് നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ച ഒരു തിയറി വഴിയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. അപ്പോൾ ആ തിയറിയിലേക്കാണ് പോകുന്നത്. ജോൺ ഡാൾട്ടൺ ആറ്റത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ച തിയറിയുടെ പേരെന്തായിരുന്നു? അറ്റോമിക് തിയറി. എന്താണ് ആ തിയറിയുടെ പേര്? അറ്റോമിക് തിയറി. അപ്പോൾ അതാരെ അവതരിപ്പിച്ചത് നമ്മൾ പഠിച്ചു? ജോൺ ഡാൾട്ടൺ. അപ്പം ജോൺ ഡാൾട്ടൺ ആണ് എന്താ അവതരിപ്പിച്ചത്? അറ്റോമിക് തിയറി അവതരിപ്പിച്ചത്. എന്നായിരിക്കും? 1807. 1807. അപ്പോൾ ആറ്റം കണ്ടെത്തിയ വർഷം എന്താണെന്ന് ചോദിച്ചാലും 1807. ആരാ കണ്ടെത്തിയെന്ന് ചോദിച്ചാലും ജോൺ ഡാൾട്ടൺ. അതുപോലെ അറ്റോമിക് തിയറി ആരാ കൊണ്ടുവന്നതെന്ന് ചോദിച്ചാലും ജോൺ ഡാൾട്ടൺ. അതിൻ്റെ വർഷം ചോദിച്ചാലും 1807 തന്നെയാണ്. എളുപ്പമല്ലേ പഠിക്കാൻ? ഇനി നമുക്കറിയാം ആറ്റം, ഈ വേർഡ് എവിടുന്നാ വന്നത്? തീർച്ചയായിട്ടും ആറ്റം എന്ന വേർഡ് വന്നത് എവിടുന്നാന്ന് ചോദിച്ചാൽ ഒരു ലാറ്റിൻ വേർഡാണ്. എന്താണ്? ലാറ്റിൻ വേർഡ്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ലാറ്റിൻ വേർഡ് എന്ന് നിങ്ങൾ ഓപ്ഷനിൽ കണ്ടില്ലെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഗ്രീക്ക് എന്നൊരു വേർഡ് കൂടി കാണാം. കാരണം പല ടെക്സ്റ്റുകളിൽ പല പേരുകളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായും ലാറ്റിൻ കണ്ടില്ലെങ്കിൽ നിങ്ങൾ എങ്ങോട്ട് നോക്കുക? ഗ്രീക്ക് നോക്കുക ഓപ്ഷനിൽ. രണ്ടും കൂടി വരാൻ ചാൻസ് ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ആറ്റം ഏത് ഭാഷയിൽ നിന്നാണ് വന്നതെന്ന് ചോദിച്ചാൽ ലാറ്റിൻ ഭാഷയാണ്. ഇനി ഏത് ഭാഷയാണെങ്കിലും ഒരൊറ്റ വേർഡിൽ നിന്നാണ് ആറ്റം വന്നിരിക്കുന്നത്. ഏതാ വേർഡ്? ആറ്റമോസ്. പഠിച്ചോണേ, ആറ്റം ഏത് വേർഡിൽ നിന്നാണ് ഉത്ഭവിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ എന്താണ്? ആറ്റമോസ് എന്ന വേർഡിൽ നിന്നാണ്. ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ ആറ്റം ഏത് ഭാഷയാണെന്ന് ചോദിച്ചാൽ ഗ്രീക്ക് ഓർ ലാറ്റിൻ ഭാഷയാണ്. ഇനി ഏത് വേർഡാണെന്ന് ചോദിച്ചാൽ ആറ്റമോസ് എന്ന് പറയപ്പെടുന്ന വേർഡാണെന്നും കൂടി ഓർത്ത് വെച്ചിരിക്കുക. ഇനി ഈ ആറ്റമോസ് അല്ലെങ്കിൽ ആറ്റം എന്ന വേർഡിൻ്റെ അർത്ഥം എന്താണ്? ആറ്റമോസ് അല്ലെങ്കിൽ ആറ്റം എന്ന വേർഡിൻ്റെ മീനിങ് എന്താണെന്ന് ചോദിച്ചാൽ ഇതാ പഠിച്ചോണം, ഇൻഡിവിസിബിൾ എന്നാണ്. ഇൻഡിവിസിബിൾ. ഓപ്ഷനിൽ ഇൻവിസിബിൾ എന്നും കൊടുക്കും. എങ്ങനെ കൊടുക്കും? ഇൻവിസിബിൾ എന്ന് കൊടുക്കും. പക്ഷേ നിങ്ങൾ വീഴല്ലേ, ഇൻഡിവിസിബിൾ. വ്യക്തമായി നോക്കിയേക്കണം, ഇൻഡിവിസിബിൾ എന്നാണ്. അപ്പോൾ ആറ്റം മീൻസ് ഇൻഡിവിസിബിൾ. എളുപ്പമല്ലേ ഓർത്തിരിക്കാൻ? അപ്പോൾ ആറ്റം മീൻസ് ഇൻഡിവിസിബിൾ എന്നാണ്. ഇൻവിസിബിൾ എന്ന് പഠിച്ചു വെക്കല്ലേ. അപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ പറയാം. ആറ്റം എന്താണെന്ന് ചോദിച്ചാൽ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ഓഫ് എ സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ഫണ്ടമെന്റൽ പാർട്ടിക്കിൾ ഓഫ് എ സബ്സ്റ്റൻസ്. ക്ലിയർ അല്ലേ? ഇതിനടുത്തത് കണ്ടെത്തിയ ആളുടെ പേര് ജോൺ ഡാൾട്ടൺ. ഇയർ 1807.
11. ക്ലിയർ? then അടുത്തത് അത് അവതരിപ്പിച്ച എന്തിലാ? അറ്റോമിക് തിയറിയിലാണ്. ഏത് വർഷം? 1807 ആര് തന്നെ? ജോൺ ഡാൾട്ടൺ. ക്ലിയർ ആയില്ലേ? അതിനുശേഷം നമ്മൾ പഠിച്ച എന്താണ്? ആറ്റം ഏത് ഭാഷയിൽ നിന്നാണ്? അപ്പോൾ ലാറ്റിൻ ഓപ്ഷനിൽ കാണാം, അല്ലെങ്കിൽ ഏതായിരിക്കും? ഗ്രീക്ക്. രണ്ടും കൂടെ ഒരുമിച്ച് വല്ല ഏതെങ്കിലും ഒരെണ്ണമേ വരികയുള്ളൂ. ഒന്നെങ്കിൽ ലാറ്റിൻ അല്ലെങ്കിൽ ഗ്രീക്ക് ഓപ്ഷൻ ഉണ്ടായിരിക്കും. എന്ന് ഏത് വേർഡാണെന്ന് ചോദിച്ചാൽ ആറ്റമോസ് എന്ന് പറയപ്പെടുന്ന വേർഡാണ് വരുന്നത്. ഇനി ശ്രദ്ധിക്കുക, ആറ്റമോസ് അല്ലെങ്കിൽ ആറ്റം എന്ന വേർഡിന്റെ മീനിങ് എന്താണെന്ന് ചോദിച്ചാൽ ഇൻഡിവിസിബിൾ. നന്നായി സ്പെല്ലിംഗ് നോക്കി ആൻസർ കൊടുക്കേണ്ടതാണ്. ഇൻവിസിബിൾ എന്ന് കാണും ഓപ്ഷനിൽ വീഴരുത്. എന്താണ്? ഇൻഡിവിസിബിൾ. നന്നായി പഠിച്ചോ, ഇൻഡിവിസിബിൾ എന്നാണ്. തെറ്റിക്കത്തില്ല എന്ന് കരുതുന്നു. നമ്മൾ മുന്നോട്ട് തന്നെ പോകുക. ഞാൻ അടുത്തേക്ക് വരാം. നമുക്കറിയാം ആറ്റം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു ചിത്രമുണ്ട് അല്ലേ? നിങ്ങൾ കുഞ്ഞു ക്ലാസ് മുതലേ പഠിച്ച് നിങ്ങളുടെ മനസ്സിൽ എന്താണ് ആറ്റം എന്നൊരു ചിത്രമുണ്ട് അല്ലേ? നമ്മുടെ മനസ്സിലുണ്ട്. ഇങ്ങനെ വരച്ച് കുറേ വട്ടമൊക്കെ ഇട്ടിട്ട് ഒരു ആറ്റത്തെക്കുറിച്ചൊരു ചിത്രം നിങ്ങളുടെ മനസ്സിലുണ്ട്. അപ്പോൾ നമുക്ക് ആ ചിത്രത്തിലേക്കൊക്കെ ഒന്ന് പോകാം. ഓക്കെയാണ്? എങ്ങനെയാണ് ആറ്റം? ആറ്റത്തിന് സെൻറ്റർ ഉണ്ടോ? തുടങ്ങിയ കാര്യങ്ങളിലേക്ക് വരാം. നിങ്ങളുടെ മനസ്സിലുള്ള ആറ്റത്തിനൊരു കേന്ദ്രമുണ്ട്, ഒരു സെൻറ്റർ ഉണ്ട് ഇല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. ആ ആറ്റത്തിൻ്റെ സെൻറ്ററിനെ എന്താ വിളിക്കുന്നത്? അതെ, ന്യൂക്ലിയസ്. ആറ്റത്തിൻ്റെ സെൻറ്ററിനെ നമ്മൾ എന്താ വിളിക്കേണ്ടത്? ന്യൂക്ലിയസ് എന്നാണ്. അപ്പം സെൻറ്റർ പാർട്ട് ഓഫ് ആൻ ആറ്റം ഈസ് നോൺ ആസ് എന്താണ്? ന്യൂക്ലിയസ്. ഇനി നമുക്കറിയാം ഈ ന്യൂക്ലിയസിന്റെ ഉള്ളിൽ പാർട്ടിക്കിൾസ് ഉണ്ടോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? ന്യൂക്ലിയസിന്റെ ഉള്ളിൽ പാർട്ടിക്കിൾസ് ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ന്യൂക്ലിയസിന്റെ ഉള്ളിലുള്ള പാർട്ടിക്കിൾസിനെ നമ്മൾ സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് എന്ന് വിളിക്കും. ഒരു പേര് കിട്ടിയല്ലോ. അല്ലെങ്കിൽ ആറ്റത്തിനുള്ളിലുള്ള എല്ലാ പാർട്ടിക്കിൾസിനെയും വിളിക്കുന്ന പേരുകളിലൊന്നും എന്ത് തന്നെയാണ്? സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് എന്നാണ്. നമ്മുടെ ഈ ന്യൂക്ലിയസിന്റെ ഉള്ളിൽ കാണപ്പെടുന്ന സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് ഏതൊക്കെയാണ്? അപ്പോൾ ആറ്റത്തിന്റെ സെൻട്രൽ പാർട്ടിനെ നമ്മൾ വിളിച്ച പേര് കണ്ടോ? ഇവിടെ കണ്ടോ? കാണാൻ സാധിക്കും. അതിനെ വിളിച്ച പേരെന്താണ്? ന്യൂക്ലിയസ് എന്നാണ്. ഇനി അടുത്ത ഈ ന്യൂക്ലിയസിന്റെ ഉള്ളിലുള്ള പാർട്ടിക്കിൾസിലേക്കാണ് വരുന്നത്. അതിനെ പൊതുവിൽ വിളിക്കുന്ന പേര് സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് എന്നാണ്. ആറ്റത്തിന്റെ ഉള്ളിലുള്ള എല്ലാ പാർട്ടിക്കിൾസിനെയും വിളിക്കുന്ന പേര് എന്ത് തന്നെയാണ്? സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് ആണ്. അപ്പോൾ ഈ ന്യൂക്ലിയസിന്റെ ഉള്ളിലുള്ള സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ പഠിച്ചു വെച്ചോണ്ട് എന്താണ്? പ്രോട്ടോൺ. കണ്ടോ? പ്രോട്ടോണിനെ. ദെൻ ന്യൂട്രോൺ. ആരൊക്കെയുണ്ട്? പ്രോട്ടോണും ഉണ്ട്, ന്യൂട്രോണും ഉണ്ട്. ഓക്കെ ആണ്. ഇനി ഒരു കാര്യം പറയാം. നമ്മുടെ ഇതിനകത്ത് കാണപ്പെടുന്ന ഈ പ്രോട്ടോണിനെയും ന്യൂട്രോണിനെയും, ന്യൂക്ലിയസിന്റെ ഉള്ളിൽ കാണപ്പെടുന്ന പ്രോട്ടോണിനെയും ന്യൂട്രോണിനെയും മാത്രം കോമൺലി വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയോൺസ്. എന്ത് വിളിക്കും? ന്യൂക്ലിയോൺസ്. മനസ്സിലായോ? അതായത് ന്യൂക്ലിയസിന്റെ ഉള്ളിൽ കാണപ്പെടുന്ന സബ് അറ്റോമിക് പാർട്ടിക്കിൾസിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ന്യൂക്ലിയോൺസ്. മനസ്സിലായോ? ഞാൻ പറഞ്ഞ ആദ്യം ശ്രദ്ധിക്കുക. ആറ്റത്തിന്റെ ഉള്ളിലുള്ള എല്ലാ പാർട്ടിക്കിൾസിനെയും നമ്മൾ എന്ത് വിളിക്കും? സബ് അറ്റോമിക് പാർട്ടിക്കിൾസ്. ന്യൂക്ലിയസിനുള്ള ഉള്ളിലുള്ള പാർട്ടിക്കിൾസിനെ നമ്മൾ എന്ത് വിളിക്കും? സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് എന്ന് വിളിക്കും. എന്നാൽ ന്യൂക്ലിയസിനുള്ളിലുള്ള സബ് അറ്റോമിക് പാർട്ടിക്കിൾസിന് മറ്റൊരു പേര് കൂടിയുണ്ട്. മോസ്റ്റ് ഇമ്പോർട്ടന്റ് പേര് എന്താണത്? ന്യൂക്ലിയോൺസ്. അതായിരിക്കും ഒരു കോമ്പറ്റീറ്റീവ് ലെവൽ എക്സാമിന് വരാൻ ചാൻസ് ഉള്ള പേര്. എന്താണ്? ന്യൂക്ലിയോൺസ്. അപ്പൊ ന്യൂക്ലിയോൺസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ശ്രദ്ധിക്കുക. അവിടെ ആരും വരില്ല, ഇലക്ട്രോൺ വരികയില്ല. ന്യൂക്ലിയസിനുള്ളിലുള്ളവരെ മാത്രമേ എന്ത് വിളിക്കത്തുള്ളൂ? ന്യൂക്ലിയോൺസ് എന്ന് വിളിക്കത്തുള്ളൂ. അതുകൊണ്ട് വ്യക്തമായി ശ്രദ്ധിച്ചെഴുതുക. എന്താണ്? സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് ഓഫ് ന്യൂക്ലിയസ് ആർ കോമൺലി നോൺ ആസ് ന്യൂക്ലിയോൺസ്. എന്താ വിളിക്കേണ്ടത്? ന്യൂക്ലിയോൺസ് എന്നാണ്. മെയിൻ ആയിട്ടുള്ള ന്യൂക്ലിയോൺസ് ഏതൊക്കെയാണ്? പ്രോട്ടോണും ന്യൂട്രോണുമാണ്. നന്നായി ശ്രദ്ധിച്ചു വെച്ചോണം. പ്രോട്ടോണും ന്യൂട്രോണുമാണ് പ്രധാനപ്പെട്ട എന്തായിട്ട് വരുന്നത്? ന്യൂക്ലിയോൺസ് ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് ന്യൂക്ലിയോൺസിനെ കുറിച്ച് പറഞ്ഞു. അപ്പൊ ന്യൂക്ലിയോൺസ് അല്ലാതെ നമുക്ക് സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് വേറെ ഏതെങ്കിലും ആറ്റത്തിലുണ്ടോ? ഉണ്ട്. ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞിരുന്നു. ആരുണ്ട്? ഇനി ഒരു സബ് അറ്റോമിക് പാർട്ടിക്കിൾ കൂടി ഉണ്ട്, പ്രധാനപ്പെട്ടത്. അതായത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആരാണ്? ഇലക്ട്രോൺ ഉണ്ട്. കണ്ടോ? ഇലക്ട്രോണിനെ കണ്ടോ? ഇലക്ട്രോൺ ന്യൂക്ലിയസിന് ഉള്ളിലാണോ? അല്ല. അപ്പൊ ന്യൂക്ലിയസിന് പുറത്താണ് കാണപ്പെടുന്നത്. ന്യൂക്ലിയസിന് പുറത്ത് ചുമ്മാ അങ്ങ് കാണപ്പെടുകയാണോ? അല്ല. ന്യൂക്ലിയസിന്റെ പുറത്ത് ഒരു വ്യക്തമായ മൂവിംഗ് പാത്തിൽ കൂടിയാണ് ആര് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്? നമ്മുടെ ഇലക്ട്രോൺ സഞ്ചരിക്കുന്നത്. കണ്ടോ? ഇലക്ട്രോൺ എന്ത് ചെയ്യുകയാണ്? മൂവ് ചെയ്യുന്ന ഒരു സർക്കുലാർ പാത്തിനെ നിങ്ങൾ കണ്ടില്ലേ? ആ സർക്കുലാർ പാത്തിനെ വിളിക്കുന്നത് കണ്ടോ? ഇവിടെ എല്ലാം ഉണ്ട്, രണ്ടെണ്ണം ഉണ്ട്. കണ്ടോ? ഈ മൂവ് ചെയ്യുന്ന ഈ സർക്കുലാർ പാത്തിനെ വിളിക്കുന്ന പേരെന്താന്ന് ഓർമ്മയുണ്ടോ? യെസ് ഉണ്ട്. എന്താണ്? ഓർബിറ്റ് എന്ന് വിളിക്കാം. ഇനി അങ്ങനെ വിളിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് മറ്റൊരു പേര് കൂടി നിങ്ങളുടെ മനസ്സിലുണ്ട്. എന്താ? ഷെല്ല് എന്ന് വിളിക്കാം അല്ലെ? ഓർബിറ്റ് അല്ലെങ്കിൽ ഷെല്ലിൽ കൂടിയാണ് ആര് സഞ്ചരിക്കുന്നത്? ഇലക്ട്രോൺ സഞ്ചരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഒരു കാര്യം കൂടെ പഠിച്ചു കഴിഞ്ഞു. എന്താ പഠിച്ചു കഴിഞ്ഞേ? ആറ്റത്തിൽ മൂവ് ചെയ്യുന്ന ഒരൊറ്റ പാർട്ടിക്കിളേ ഉള്ളൂ. ഏതാത്? ഇലക്ട്രോൺ ആണ്. അപ്പൊ മൂവബിൾ പാർട്ടിക്കിൾ ഓഫ് ആൻ ആറ്റം എന്ന് ചോദിച്ചാൽ ആൻസർ എന്താണ്?
ഇലക്ട്രോൺ ആണ്. പഠിച്ചില്ലേ? അപ്പോൾ ആറ്റത്തിൽ മൂവ് ചെയ്യുന്ന ഒരാളെ ഉള്ളൂ, ആരാണ്? ഇലക്ട്രോൺ. അതുകൊണ്ട് എന്ത് വിളിക്കുവേനെ? മൂവബിൾ പാർട്ടിക്കിൾ ഓഫ് ആൻ ആറ്റം ആരാണ്? ഇലക്ട്രോൺ ആണ്. അപ്പോൾ ന്യൂക്ലിയോൺസ് ഏതൊക്കെയാ? ന്യൂക്ലിയോൺസിൽ ഇലക്ട്രോൺ വരുമോ? ഇല്ല, ന്യൂക്ലിയോൺസിൽ ഇലക്ട്രോൺസ് വരില്ല. കാരണം എന്താണ്? ന്യൂക്ലിയസിനുള്ളിലുള്ളവരെ എന്ത് വിളിക്കത്തുള്ളൂ? ന്യൂക്ലിയോൺസ് എന്ന് വിളിക്കത്തുള്ളൂ. ഏതൊക്കെ ന്യൂക്ലിയോൺസിനെ അറിയാം? പ്രോട്ടോണും ന്യൂട്രോണും എന്താണ്? ന്യൂക്ലിയോൺസ് ആണ്. ക്ലിയർ ആയോ? അപ്പോൾ ആറ്റത്തിന്റെ സെൻട്രൽ പാർട്ട് ഏതാ? ന്യൂക്ലിയസ് ആണ്. ന്യൂക്ലിയസിനുള്ളിലുള്ളവരെ മാത്രമേ എന്ത് വിളിക്കത്തുള്ളൂ? ന്യൂക്ലിയോൺസ് എന്ന് വിളിക്കത്തുള്ളൂ. പ്രോട്ടോണും ന്യൂട്രോണും ന്യൂക്ലിയോൺസ് ആണ്. ഇലക്ട്രോൺ ന്യൂക്ലിയോൺ അല്ല. ഇലക്ട്രോൺ സഞ്ചരിക്കുന്ന ആ മൂവിംഗ് പാത്തിനെ, ആ സർക്കുലർ പാത്തിനെ വിളിക്കുന്ന പേര് ഓർബിറ്റ് ഓർ ഷെല്ല് എന്നാണ്. ഓർബിറ്റ് ഓർ ഷെല്ല് എന്നാണ്. നമ്മൾ ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നതുകൊണ്ട് അതിനെ എന്ത് വിളിക്കും? മൂവബിൾ പാർട്ടിക്കിൾ ഓഫ് ആൻ ആറ്റം. ആറ്റത്തിലെ മൂവബിൾ പാർട്ടിക്കിൾ ആരാണ്? ഇലക്ട്രോൺ ആണ്. ക്ലിയർ ആയില്ലേ? പോകാം മുന്നോട്ട്. ഇനി നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ പറയാം. ഓക്കെ, ഈ ഇലക്ട്രോണിനെ കുറിച്ചും പ്രോട്ടോണിനെ കുറിച്ചും ന്യൂട്രോണിനെ കുറിച്ചും ഒക്കെ നമ്മളിപ്പോൾ കണ്ടു അല്ലെ? അത് എവിടെയാണ് ഇരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് ഇതൊക്കെ ആരാണ് കണ്ടെത്തിയത് തുടങ്ങിയ കാര്യങ്ങളിലേക്ക് വരാം. ആദ്യം തന്നെ നമ്മുടെ സബ് അറ്റോമിക് പാർട്ടിക്കിൾസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇത് ഇലക്ട്രോൺ എന്ന് പറയുന്നത്. നമുക്കറിയാം, ആദ്യമായിട്ട് ഈ ലോകത്ത് ആദ്യമായി കണ്ടെത്തിയ സബ് അറ്റോമിക് പാർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചാൽ ഇലക്ട്രോൺ ആണ്. ആറ്റത്തിൽ നിന്നും ആദ്യമായി കണ്ടെത്തുന്ന സബ് അറ്റോമിക് പാർട്ടിക്കിൾ ഏതാണത്? യെസ്, തീർച്ചയായിട്ടും അത് ഇലക്ട്രോൺ ആണ്. തെറ്റിക്കല്ലേ? ആദ്യം, അതായത് ഇലക്ട്രോണും പ്രോട്ടോണും ന്യൂട്രോണും ഇന്ന് നമ്മൾ കണ്ടെത്തിയിട്ടുള്ള പോസിട്രോണും മീസോണും ന്യൂട്രിനോയും ആന്റി ന്യൂട്രിനോയും അടക്കമുള്ള എല്ലാ ആറ്റത്തിലെ പാർട്ടിക്കിൾസിനെ വെച്ച് നോക്കുമ്പോഴും ആദ്യം കണ്ടെത്തിയത് ആരെയാണ്? നമ്മുടെ ഇലക്ട്രോണിനെയാണ്. മനസ്സിലായോ? ഇലക്ട്രോണിനെയാണ് ആദ്യം കണ്ടെത്തിയത്. അപ്പൊ ആരാണ് കണ്ടെത്തിയത്, ഏത് വർഷമാണ് കണ്ടെത്തിയത് തുടങ്ങിയ കാര്യങ്ങൾ പഠിക്കണം. അപ്പൊ കണ്ടെത്തിയ ആളുടെ പേര് ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങളുടെ എല്ലാം മനസ്സിൽ വന്നിട്ടുണ്ടാവും. ആരാണ്? നമ്മുടെ ജെ തോംസൺ. ആരാണ്? ജെ തോംസൺ. ഇലക്ട്രോണിനെ കണ്ടെത്തിയ ആളുടെ പേരെന്താ? ജെ തോംസൺ. മറക്കത്തില്ലല്ലോ, ജെ തോംസൺ. ഇനി എന്നായിരിക്കും കണ്ടെത്തിയത്? ആറ്റം കണ്ടെത്തിയത് 1807 അപ്പൊ തീർച്ചയായും 1807 ശേഷമായിരിക്കും ആരെ കണ്ടെത്തിയിട്ടുണ്ടാവുക? ഇലക്ട്രോണിനെ കണ്ടെത്തിയിട്ടുണ്ടാവുക. അപ്പൊ എളുപ്പം പഠിക്കാം. അവിടെയും ഒരു 18 വരുന്നുണ്ട്, 7 വരുന്നുണ്ട്. പക്ഷെ നോട്ട് അല്ല, 1807 അല്ല, 1897. എന്താണ്? 1897 ആര് വരുന്നത്? ഇലക്ട്രോൺ വരുന്നത്. അപ്പൊ ഇലക്ട്രോണിനെ കണ്ടെത്തിയ വർഷം എന്നാന്ന് ചോദിച്ചാൽ 1897 ആണ്. മറക്കല്ല കേട്ടോ. 1897 ജെ തോംസൺ ആണ് ആരെ കണ്ടെത്തിയത്? ഇലക്ട്രോണിനെ കണ്ടെത്തിയത്. ഇനി ഇലക്ട്രോണിനെ ചുമ്മാതെ കണ്ടെത്തുവോ? ഓക്കെ, തീർച്ചയായിട്ടും ഒരു കാരണവശാലും ചുമ്മാതെ കണ്ടെത്തില്ല. ഒരു വ്യക്തമായ എക്സ്പെരിമെന്റിന്റെ ഭാഗമായി മാത്രമേ ആരെ കണ്ടെത്തുകയുള്ളൂ? ഇലക്ട്രോണിനെ കണ്ടെത്തുകയുള്ളൂ. എക്സ്പെരിമെന്റിന്റെ പേര് മനസ്സിൽ വന്നില്ലേ? അതെ, ഏതാണ് എക്സ്പെരിമെന്റ്? ഇലക്ട്രോണിനെ കണ്ടെത്തിയ എക്സ്പെരിമെന്റ് ആണ് കാഥോഡ് റേ ട്യൂബ് എക്സ്പെരിമെന്റ്. നന്നായിട്ട് അറിയാമല്ലേ? കാഥോഡ് റേ ട്യൂബ് എന്താണ്? എക്സ്പെരിമെന്റ്. ഓർത്ത് വെച്ചോണം കേട്ടോ. ഇലക്ട്രോണിനെ കണ്ടെത്തിയ എക്സ്പെരിമെന്റ് പേരെന്താ? കാഥോഡ് റേ ട്യൂബ് എക്സ്പെരിമെന്റ്. ഇനി ഓപ്ഷനിൽ നോക്കുമ്പോൾ കാഥോഡ് റേ ട്യൂബ് എക്സ്പെരിമെന്റ് എന്ന് കാണുന്നില്ല എന്ന് കരുതുക. അപ്പൊ ഡെഫിനറ്റ്ലി മറ്റൊരു പേര് കൂടെ നിങ്ങളുടെ മനസ്സിലുണ്ട്. എന്താണത്? ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ്. ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ്. അപ്പൊ കാഥോഡ് റേ ട്യൂബ് എക്സ്പെരിമെന്റ് മറ്റൊരു പേരെന്താണ്? ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ്. അപ്പൊ ഈ ഡിസ്ചാർജ് ട്യൂബ് അല്ലെങ്കിൽ കാഥോഡ് റേ ട്യൂബ് എക്സ്പെരിമെന്റ് വഴിയാണ് ആര്? നമ്മുടെ ജെ തോംസൺ 1897 എന്ത് കണ്ടെത്തിയത്? ഇലക്ട്രോണിനെ കണ്ടെത്തിയത്. ഓക്കെ ആണ്, ഓർത്ത് വെച്ചേക്കാം. നമുക്ക് ഈ ഇലക്ട്രോണിനെ കണ്ടെത്തിയതോടുകൂടി, അതായത് കാഥോഡ് റേ ട്യൂബ് പരീക്ഷണം വഴിയാണ് നമ്മുടെ ജെ തോംസൺ നമ്മുടെ ഇലക്ട്രോണിനെ കണ്ടെത്തുന്നത്. അപ്പൊ ഇലക്ട്രോണിനെ കണ്ടെത്തിയതിനു ശേഷം നമുക്ക് മനസ്സിലായി ഈ ആറ്റത്തിന്റെ ഉള്ളിൽ എന്തുണ്ട്? ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് ഉണ്ട്. ആ പാർട്ടിക്കിൾസിൽ ഈ സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് ഉണ്ട് എന്ന് മനസ്സിലായി. അതുപോലെ തന്നെ ഇലക്ട്രോൺ എന്ന് പറയപ്പെടുന്ന പാർട്ടിക്കിളിന് ചാർജ് ഉള്ളതായിട്ടും ആര് മനസ്സിലാക്കി? ജെ തോംസൺ മനസ്സിലാക്കി. ഓക്കെ ആണ്, ചാർജ് ഉള്ളതായിട്ട് മനസ്സിലാക്കി. ഏത് ചാർജാന്ന് ഓർമ്മ വന്നോ? യെസ്, ഏതാണ്? അതെ, നെഗറ്റീവ്ലി ചാർജ്ഡ് സബ് അറ്റോമിക് പാർട്ടിക്കിൾ ആണ് ഏത്? നമ്മുടെ ഇലക്ട്രോൺ എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ഓർത്ത് വെച്ചോണം, ഇലക്ട്രോണിന് ഒരു ചാർജ് കൂടിയുണ്ട്. അതേതാണ്? നെഗറ്റീവ് ചാർജ് ആണ്. ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്ത സയന്റിസ്റ്റിന്റെ പേരെന്താണ്? ജെ തോംസൺ. മറക്കല്ലേ? അപ്പൊ ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ് ആണെന്ന് നമ്മളെ പഠിപ്പിച്ച ആരാന്ന് ചോദിച്ചാൽ അത് ജെ തോംസൺ ആണ്. ക്ലിയർ ആയോ ഇത്രയും കാര്യങ്ങൾ? ഒന്നുകൂടെ ഞാൻ പറയാൻ ശ്രദ്ധിച്ചോളുക. ആറ്റത്തിൽ ആദ്യമായി കണ്ടെത്തിയ പാർട്ടിക്കിൾ ഏതാ? പറഞ്ഞോ?
ഇലക്ട്രോൺ ആണ്. ആരാ കണ്ടെത്തിയേ? JJ തോംസൺ. ഏത് വർഷമാണ്? 1897. ക്ലിയർ ആണ്? അത്രയും 1897 ഇനി ചുമ്മാതെ കണ്ടെത്തിയോ? അല്ല. പരീക്ഷണത്തിന്റെ പേര് പറഞ്ഞേ. കാഥോഡ് റേ ട്യൂബ് എക്സ്പെരിമെന്റ്. വേറൊരു പേരൂടെ പഠിച്ചില്ലേ? അതെ, ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ്. അങ്ങനെ പുള്ളി ചാർജ് നിർണ്ണയിച്ച് ചാർജ് കണ്ടെത്തിയില്ലേ? ചാർജ് ഏതാണ്? നെഗറ്റീവ് ചാർജ് ആണ്. ഇലക്ട്രോണിന് ചാർജ് ഉണ്ട്, ചാർജ് ഏതാണ്? നെഗറ്റീവ് ചാർജ് ആണ്. ക്ലിയർ ആയില്ലേ? മോസ്റ്റ് ഇമ്പോർട്ടന്റ് കാര്യങ്ങളാണ് ഇലക്ട്രോണിനെ പറ്റി പറഞ്ഞത്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇലക്ട്രോണിനെ പറ്റി പഠിക്കാനുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി നമുക്ക് ഇലക്ട്രോൺ കഴിഞ്ഞ് ആറ്റവുമായി ബന്ധപ്പെട്ട് എന്തായിരിക്കും ഈ ലോകത്ത് കണ്ടെത്തപ്പെട്ടുണ്ടാവുക? തീർച്ചയായിട്ടും കണ്ടെത്തിയ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇലക്ട്രോൺ എന്ന് പറയുന്നത് കണ്ടെത്തിയ ശേഷമാണ് ആറ്റത്തിനൊരു സെൻറ്റർ ഉണ്ട് എന്ന് നമ്മൾ കണ്ടെത്തുന്നത്. മനസ്സിലായോ? ഇലക്ട്രോൺ എന്ന സബ് അറ്റോമിക് പാർട്ടിക്കിൾസിനെ കണ്ടെത്തിയ ശേഷമാണ് നമ്മുടെ ഈ ലോകം മനസ്സിലാക്കുന്നത് ആറ്റത്തിന് എന്തുണ്ട്? ഒരു സെൻറ്റർ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. ആറ്റത്തിൻ്റെ ആ സെൻറ്ററിനെ നമ്മൾ വിളിച്ച പേര് ഞാൻ മുമ്പേയും പറഞ്ഞിരുന്നു, ഇപ്പോഴും പറയുന്നു, എന്ത് തന്നെയാണ്? ന്യൂക്ലിയസ് എന്ന് തന്നെയാണ്. ആറ്റത്തിന്റെ സെൻട്രൽ പാർട്ടിനെ വിളിക്കുന്ന പേരെന്താണ്? ന്യൂക്ലിയസ് എന്നാണ്. അപ്പൊ ഈ ന്യൂക്ലിയസിനെ കണ്ടെത്തിയ ആളുടെ പേരെന്താണ്? ന്യൂക്ലിയസിനെ കണ്ടെത്തിയ ആളുടെ പേര് ഏണസ്റ്റ് റൂദർഫോർഡ്. നന്നായിട്ട് പഠിച്ചേ, ഏണസ്റ്റ് റൂദർഫോർഡ്. അപ്പൊ ന്യൂക്ലിയസ് കണ്ടെത്തിയ ആളുടെ പേരെന്താണ്? ഏണസ്റ്റ് റൂദർഫോർഡ്. ഇലക്ട്രോൺ ആരാ? JJ തോംസൺ. അതുപോലെ ന്യൂക്ലിയസ് ആരാ കണ്ടെത്തിയ? ഏണസ്റ്റ് റൂദർഫോർഡ്. ഇനി ഇയർ ഓർത്ത് വെക്കണം. എന്നാന്ന് ചോദിച്ചാൽ ദാണ്ടേ 1911 1911 ഓർത്ത് വെച്ചിരിക്കണം. എന്നാണ്? 1911. നമുക്ക് ആ ക്രോണോളജിക്കൽ ഓർഡറിൽ എഴുതാൻ പറയുമ്പോൾ ഫസ്റ്റ് ആരെ പറയണം? ആറ്റത്തെ ആണല്ലോ ആദ്യം കണ്ടെത്തിയത്. പിന്നെ ആരെ കണ്ടെത്തിയത്? ഇലക്ട്രോൺ. ഇലക്ട്രോൺ കഴിഞ്ഞാണ് ആര് വരുന്നത്? ന്യൂക്ലിയസ് വരുന്നത്. ഞാൻ ചിന്തിക്കും ആറ്റം കഴിഞ്ഞ് ദെൻ ആദ്യത്തെ ആരായിരിക്കും? ന്യൂക്ലിയസ് ആയിരിക്കും എന്നൊരു ചിന്ത വരും. അങ്ങനെ വരരുത്. അപ്പൊ ശ്രദ്ധിച്ചു വെച്ചോണം, ന്യൂക്ലിയസ് ആണ് പിന്നെ വരുന്നത് കേട്ടോ. ന്യൂക്ലിയസ് വന്ന വർഷം എന്താണ്? 1911. ആരാ കണ്ടെത്തിയത്? ഏണസ്റ്റ് റൂദർഫോർഡ്. ആരാണ്? ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. ഇനി നമുക്ക് ഏണസ്റ്റ് റൂദർഫോർഡിലേക്ക് വരാം. ഏണസ്റ്റ് റൂദർഫോർഡ് നമുക്കറിയാം 1911 തൊട്ട് ഒരു എക്സ്പെരിമെന്റ് നടത്തുന്നുണ്ട്. ആ എക്സ്പെരിമെന്റിന്റെ പേര് എന്താന്ന് ചോദിച്ചാൽ എന്താന്ന് ഓർമ്മയുണ്ടോ? ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ്. മോസ്റ്റ് ഫേമസ് എക്സ്പെരിമെന്റ് ആണ് ഇത്, ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ്. ഈ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റിന് മറ്റൊരു പേര് കൂടിയുണ്ട്. എന്താ അറിയാമോ? ആൽഫ റേ എക്സ്പെരിമെന്റ്. ആൽഫ റേ എക്സ്പെരിമെന്റ്. പിന്നെ ഒരു കാര്യം പറയട്ടെ, ഈ ആൽഫ റേ എക്സ്പെരിമെന്റിന് വേറൊരു പേരുണ്ട്. ഈ സെയിം പേര് തന്നെയാണ്, പക്ഷെ ചെറിയൊരു വ്യത്യാസമുണ്ട്. ആൽഫ റേ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ്. ഞാനിവിടെ എഴുതിയിട്ടില്ല, നിങ്ങൾ എന്തായാലും ബുക്കും പേനയും കൊണ്ടല്ലേ ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി ഒന്ന് എഴുതി വെച്ചേക്കണം. ആൽഫ റേ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ്. സ്കാറ്ററിംഗ് ചിതറിത്തെറിക്കുക എന്നർത്ഥം വരുന്ന സ്കാറ്ററിംഗ്. അപ്പോൾ ഓർത്ത് വെച്ചിരിക്കണം, ആൽഫ റേ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് എന്ന് കണ്ടാലും ഇനി സ്കാറ്ററിംഗ് ഇല്ലാതെ വെറും ആൽഫ റേ എക്സ്പെരിമെന്റ് എന്ന് കണ്ടാലും ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ് എന്ന് കണ്ടാലും ഒരെണ്ണം തന്നെയാണെന്ന് വ്യക്തമായി പഠിച്ചു വെച്ചോണം. കാരണം അല്ലെങ്കിൽ എക്സാം ഹോളിൽ ചെല്ലുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരില്ലേ, ഇതിമേ അത് വേറെയാണോ ഇത് വേറെയാണോ എന്ന് ചിന്ത വരരുത്. അങ്ങനെ വരാൻ പാടില്ല. അപ്പോൾ നന്നായി തന്നെ ശ്രദ്ധിച്ചു വെച്ചോളാം. ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ് വേറൊരു പേരാണ് ആൽഫ റേ എക്സ്പെരിമെന്റ്. അപ്പോൾ ഓർത്ത് വെച്ചിരിക്കണം, ആൽഫ റേ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ്. ഈ എക്സ്പെരിമെന്റ് നടത്തിയ ആളുടെ പേര് എന്ത് തന്നെയാണ്? ഏണസ്റ്റ് റൂദർഫോർഡ്. ആരാണ്? ഏണസ്റ്റ് റൂദർഫോർഡ്. ഈ എക്സ്പെരിമെന്റ് ഭാഗമായിട്ടാണ് നമുക്ക് എന്തും കിട്ടിയത്? ന്യൂക്ലിയസും കണ്ടെത്തിയത്. ന്യൂക്ലിയസ് കണ്ടെത്തിയത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ആറ്റത്തിന്റെ സെൻട്രൽ പാർട്ടിലേക്ക് എന്താണ്? പോസിറ്റീവ് ചാർജ് എല്ലാം കൂടി എന്ത് ചെയ്യുകയാണ്? വന്ന് നിൽക്കുകയാണെന്ന് മനസ്സിലാക്കി നമ്മുടെ ഏണസ്റ്റ് റൂദർഫോർഡ്. അങ്ങനെയാണ് അദ്ദേഹം ന്യൂക്ലിയസിൽ എത്തുന്നത്. ന്യൂക്ലിയസ് കണ്ടെത്തിയ ശേഷം അദ്ദേഹം ന്യൂക്ലിയസിന് ചാർജ് പറഞ്ഞത് ഇത് തന്നെയാണ്, പോസിറ്റീവ് ചാർജ് ആണ്. ഓക്കെ, ന്യൂക്ലിയസിന്റെ ചാർജ് ഏതായിട്ടാണ് പറഞ്ഞത്? പോസിറ്റീവ് ചാർജ് ആണ്. ആര് പറഞ്ഞു തന്നു? ഏണസ്റ്റ് റൂദർഫോർഡ്. അങ്ങനെ പരീക്ഷണങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. പരീക്ഷണം മുന്നോട്ട് പോകുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ് വഴി ആറ്റത്തിലെ അടുത്ത സബ് അറ്റോമിക് പാർട്ടിക്കിൾസിനെ ആര് കണ്ടെത്തി? ഏണസ്റ്റ് റൂദർഫോർഡ് കണ്ടെത്തി. ഏതാണെന്ന് അറിയാമോ? അത് നിങ്ങൾക്ക് ഏറെ പരിചയമുള്ള നമ്മുടെ പ്രോട്ടോണിനെയാണ് കണ്ടെത്തിയത്. ആരെ കണ്ടെത്തിയത്? പ്രോട്ടോണിനെ. അപ്പൊ പ്രോട്ടോണിനെ കണ്ടെത്തിയ ആളുടെ പേരും എന്ത് തന്നെയാണ്? ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. പക്ഷേ ഇയർ വ്യത്യാസമുണ്ട്. 1911 ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ് വഴി ന്യൂക്ലിയസ് കണ്ടെത്തിയെങ്കിൽ പ്രോട്ടോണിനെ കണ്ടെത്താൻ വീണ്ടും ഒരുപാട് വർഷം അദ്ദേഹത്തിന് എടുക്കേണ്ടി വന്നു. എന്താണെന്നറിയാമോ? 1920 ആണ്. കണ്ടോ, 1920. അപ്പൊ 1920 ആരെ കണ്ടെത്തിയിരിക്കുന്നത്? 1920 നമ്മുടെ പ്രോട്ടോണിനെ കണ്ടെത്തിയ ആളുടെ പേര് എന്ത് തന്നെ? ഏണസ്റ്റ് റൂദർഫോർഡ്. ഏണസ്റ്റ് റൂദർഫോർഡ്. മറന്നു പോവരുതേ. അപ്പൊ ഫസ്റ്റ് ആരാ വന്നേ?
ഇലക്ട്രോൺ വന്ന വർഷം എന്ന് പറഞ്ഞേ 1897. ആരാ കൊണ്ടുവന്നേ? ജെ തോംസൺ. ക്ലിയർ ആണല്ലോ? എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞേ കാഥോഡ് റേ ട്യൂബ് എക്സ്പെരിമെന്റ്. വേറൊരു പേര് പറഞ്ഞല്ലോ, ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ്. ക്ലിയർ? അതിനുശേഷം ആരാ വരുന്നത്? ന്യൂക്ലിയസ്. ഇയർ പറഞ്ഞേ 1911 വരുന്നത്. ആരാ കൊണ്ടുവന്നേ? ഏണസ്റ്റ് റൂദർഫോർഡ്. അതും ക്ലിയർ. ഓക്കെ, ചാർജ് പോസിറ്റീവ് ആണ് കേട്ടോ ന്യൂക്ലിയസിന്റെ. അതിനുശേഷം അടുത്ത ആള് വരികയാണ്. അടുത്ത ആളല്ല, ഏണസ്റ്റ് റൂദർഫോർഡ് തന്നെയാണ്. എക്സ്പെരിമെന്റിന്റെ പേരെന്ന് പറഞ്ഞേ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ്. വേറെ പേര് ആൽഫ റേ എക്സ്പെരിമെന്റ്. ഞാൻ വേറൊരു പേരോടെ പറഞ്ഞില്ലേ, ആൽഫ റേയുടെ കൂടെ ഒരു വാക്കൂടെ ചേർത്ത് സ്കാറ്ററിങ്. അതെ, ആൽഫ റേ സ്കാറ്ററിങ് എക്സ്പെരിമെന്റ്. ഓക്കെ, അതിന്റെ ഇയർ എന്നാ പറയണ്ടേ? 1920. അന്നാണ് ആരെ കണ്ടെത്തുന്നത്? പ്രോട്ടോണിനെ കണ്ടെത്തുന്നത്. ആര് തന്നെ? ഏണസ്റ്റ് റൂദർഫോർഡ്. ക്ലിയർ ആയില്ലേ? യെസ്. അടുത്തതിലേക്ക് വരാം. നമുക്കറിയാം നമ്മുടെ ആറ്റത്തിൽ മറ്റൊരു സബ് അറ്റോമിക് പാർട്ടിക്കിൾ കൂടി ഉണ്ട്, പ്രധാനപ്പെട്ടത്. ഏതാണ് അത്? നമ്മുടെ ന്യൂട്രോൺ ആണ്. ഇനി ന്യൂട്രോണിലേക്കാണ് യാത്ര. അപ്പൊ ന്യൂട്രോൺ നമുക്ക് കണ്ടെത്തുന്നതിലേക്ക് വരാം. ന്യൂട്രോണിനെ കണ്ടെത്തുന്നത് ഇതാണ്ട് ജെയിംസ് ചാഡ്വിക് എന്ന മറ്റൊരു സയന്റിസ്റ്റ് ആണ്. ആരാണ്? ജെയിംസ് ചാഡ്വിക്. ഈ ജെയിംസ് ചാഡ്വിക് നമുക്ക് നല്ല പരിചയമുള്ള ഒരു എക്സ്പെരിമെന്റ് വഴിയാണ്. നിങ്ങൾക്ക് പരിചയമുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ആ എക്സ്പെരിമെന്റിന്റെ പേര് ഒരു ബോംബ് സ്ഫോടനമാണ്. ഓക്കെ, ഒരു എലമെന്റിന്റെ പേരിൽ അറിയപ്പെടുന്ന ബോംബിനെയാണ് എന്ത് ചെയ്ത് വർഷിച്ചത്? ഏതാണെന്ന് ചോദിച്ചാൽ ഇതാണ്ടേ ബൊംബാർഡഡ് ബെറീലിയം. കണ്ടോ? യെസ്, ദാ ശ്രദ്ധിച്ചോണം. നമ്മുടെ ആൽഫ പാർട്ടിക്കിൾസ് ഇല്ലേ, നമുക്ക് നേരത്തെ അറിയാവുന്ന ആൽഫ പാർട്ടിക്കിൾസ്. ഈ ആൽഫ പാർട്ടിക്കിൾസ് എങ്ങനെ ഉണ്ടാകുന്ന അറിയാമോ? നമ്മുടെ ഈ പൊളോണിയം എന്ന് പറയപ്പെടുന്ന എലമെന്റ് നിങ്ങൾക്ക് പരിചയമില്ലേ? ഈ പൊളോണിയം എലമെന്റ് എന്ന് വെച്ചാൽ നാച്ചുറലി റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു മെറ്റലാണ്. ഈ നാച്ചുറലി റേഡിയോ ആക്റ്റീവ് മെറ്റൽ ആയിട്ടുള്ള എലമെന്റ് ആയിട്ടുള്ള പൊളോണിയം എന്ത് ചെയ്യും? ഡീകേ ചെയ്യും. ആ ഡീകേ ചെയ്തതിന് ശേഷം അവിടെ ഉണ്ടാകുന്നതാണ് ആര്? ആൽഫ പാർട്ടിക്കിൾ. ഈ ആൽഫ പാർട്ടിക്കിൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ബെറീലിയം ബോംബാർഡ് ചെയ്തു. അപ്പോൾ തീർച്ചയായും ബെറീലിയം ബോംബ് ബോംബാർഡ് ചെയ്തതിന്റെ ഭാഗമായിട്ട് നമുക്ക് ലഭിച്ച ഒരു പാർട്ടിക്കിൾ ആണ് ഏത്? നമ്മുടെ ന്യൂട്രോണ്. അപ്പോൾ ഇത്രയും പഠിച്ചു വെച്ചാൽ മതി. ബോംബാർഡഡ് ബെറീലിയം എന്നൊരു വേർഡ് കണ്ടു കഴിഞ്ഞു. അപ്പം നമുക്ക് മനസ്സിലാക്കാം അത് ന്യൂട്രോണിനെ കണ്ടെത്തിയ എക്സ്പെരിമെന്റ് ആണ്. ഓക്കെ ആണ്? മറന്നുപോയില്ല, ബോംബാർഡഡ് ബെറീലിയം എന്നുള്ള പേര് ഓർത്ത് വെച്ചോണം കേട്ടോ. അപ്പോൾ മറക്കല്ല, ആരാണ് കണ്ടെത്തിയത്? നമ്മുടെ ജെയിംസ് ചാഡ്വിക്. ഇനി ജെയിംസ് ചാഡ്വിക് ഈ എക്സ്പെരിമെന്റ് എന്നാണ് നടത്തിയത്? യെസ്, 1932 കണ്ടോ? 1932 അപ്പൊ 1932 നമുക്ക് ആരെ ലഭിച്ചത്? ന്യൂട്രോണിനെ ലഭിച്ചത്. ക്ലിയർ ആണ്? 1932 നമുക്ക് ആരെ ലഭിച്ചത്? ന്യൂട്രോണിനെ ലഭിച്ചത്. അപ്പൊ ബെറീലിയം ആണ് ഇവിടെ. ഈ പൊളോണിയം ഞാൻ പറഞ്ഞെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ പൊളോണിയം നിൽക്കേണ്ട ആവശ്യമില്ല. പ്രധാനമായിട്ടുള്ള ആര് തന്നെയാണ്? ബെറീലിയം ആണ്. അപ്പം ബെറീലിയം ബോംബ് എന്താണ് വർഷിച്ചതിന്റെ ഭാഗമായിട്ടാണ് ആരെ നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത്? ന്യൂട്രോണിനെ കണ്ടെത്തിയിരിക്കുന്നത്. ന്യൂട്രോണിനെ കണ്ടെത്തിയ ആളുടെ പേരെന്താണ്? ജെയിംസ് ചാഡ്വിക്. ഇയർ എന്നാണ് 1932. ക്ലിയർ ആയില്ലേ? നമ്മളിപ്പോൾ 3 സയന്റിസ്റ്റിനെയും അതോടൊപ്പം സബ് അറ്റോമിക് പാർട്ടിക്കിൾസിന്റെ പേരും പഠിച്ചു. ഇനി ഇത് ഓർത്ത് വെക്കാൻ വേണ്ടി ഒരു കോഡ് പറഞ്ഞു തരട്ടെ. യെസ്, നിങ്ങൾക്ക് പരിചയമുള്ള കോഡാണ്. നമുക്കറിയാം, അതാണ്ട് ഏറെ കേട്ട് പരിചയമുള്ളതാണ്. നമ്മൾ എക്സാം എഴുതാൻ പോകുമ്പം പ്രധാനമായിട്ടും കയ്യിൽ കരുതുന്ന ഒന്നാണ് ഒരു പെൻ. എല്ലാവർക്കും അറിയാം, നമുക്ക് കമ്പ്യൂട്ടറിൽ എക്സാം ആണെങ്കിലും എന്ത് എക്സാം ആണെങ്കിലും കയ്യിൽ ഒരു പേന ഉണ്ടായിരിക്കും. തീർച്ചയായിട്ടും കാണത്തില്ലേ? കാണും. എക്സാം എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിലൊരു പെൻ മനസ്സിൽ വരും. അപ്പോൾ നമുക്ക് പെൻ ആദ്യം എഴുതാം. PEN പെൻ. ഓക്കെ ആണ്? ഇനി നമുക്ക് പഠിക്കേണ്ട ഒരു 3 വേർഡ് ഉണ്ട്, പഠിച്ചോളുക. RTC. എന്താണ്? പെൻ RTC. ഇത്ര ആലോചിച്ചിരുന്നാൽ മതി. പെൻ RTC എന്ന് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എന്താണ് ഓർത്ത് വെക്കാൻ എളുപ്പമാണ്. നമ്മുടെ പിയുടെ നേരെ വന്നേക്കുന്ന ലെറ്റർ ഏതാണ്? R. അതായത് പ്രോട്ടോൺ കണ്ടെത്തിയത് റൂദർഫോർഡ്. പ്രോട്ടോൺ കണ്ടെത്തിയാലാണ് റൂദർഫോർഡ്. ഈ ആരായിരിക്കും? ഇലക്ട്രോൺ കണ്ടെത്തിയ ആളുടെ പേര് നേരെ T അല്ലേ വന്നേ? T ആരാ? തോംസൺ. ഇനി N ആരാ? ന്യൂട്രോൺ നേരെ ആരാ വന്ന? C ചേർത്ത് ആരെയാ പഠിച്ചേ? ചാഡ്വിക്. കണ്ടോ? പെൻ RTC എന്ന് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഓർത്തിരിക്കാൻ എളുപ്പമാണ്. ഓക്കെ, പെൻ RTC. പിന്നെ ഒരുമിച്ച് പഠിച്ചു നോക്കേണ്ടത് പ്രോട്ടോണും ന്യൂക്ലിയസും. അത് കുറേ തവണ മനസ്സിൽ പറഞ്ഞോണം. പ്രോട്ടോണും ന്യൂക്ലിയസും കണ്ടെത്തിയാലാണ് നമ്മുടെ ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. ഓർത്ത് വെച്ചേക്കണേ, പ്രോട്ടോണും ന്യൂക്ലിയസും കണ്ടെത്തിയാളുടെ പേരെന്താ? ഏണസ്റ്റ് റൂദർഫോർഡ്. അപ്പോൾ പെൻ RTC എന്ന് ഓർത്ത് വെച്ചേക്കുക. P എന്ന് പറയുമ്പോൾ ആരാണ്? പ്രോട്ടോൺ. ആര്? റൂദർഫോർഡ്. ഈ ആരാണ്? നമ്മുടെ ഇലക്ട്രോൺ തോംസൺ ആണ്. N ന്യൂട്രോൺ ചാഡ്വിക്. ഇത്രേ ഉള്ളൂ ഇവിടുന്ന് പഠിക്കാൻ വേണ്ടിയിട്ട്. ഇയറും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർത്ത് വെച്ചോണം. 1897 ഇലക്ട്രോൺ വരുന്നു. അതിനുശേഷം വരുന്നത് 1911 ന്യൂക്ലിയസ് ആണ്. അതിനുശേഷം 1920 പ്രോട്ടോൺ വരുന്നു. 32 ആര് വരുന്നു? ജെയിംസ് ചാഡ്വിക് ന്യൂട്രോണുമായിട്ട് വരുന്നു. ക്ലിയർ അല്ലയോ? അപ്പോൾ നമ്മളിതാ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഇപ്പോൾ പറഞ്ഞത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. എൻ്റെ ബാക്കി ഭാഗത്തേക്കാണ് വരാൻ പോകുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അറ്റോമിക് തിയറിയിലേക്ക് വരാം.
അറ്റോമിക് തിയറി. കാരണം സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി അറ്റൻഡ് ചെയ്യാൻ സാധിക്കണം. വേണ്ടായോ? അറ്റൻഡ് ചെയ്യണം. അതിനുവേണ്ടി നമുക്ക് എന്താണ് നമ്മുടെ അറ്റോമിക് തിയറിയിൽ മേജർ ഐഡിയാസ് എല്ലാം തന്നെ പഠിക്കാം. ആകെ ഒരു 6 പോയിന്റ്സേ ഉള്ളൂ. 6 പോയിന്റ്സ് നമുക്കൊന്ന് ബൈ ഹാർട്ട് ചെയ്ത് പോകാം. ഓക്കെ, നന്നായിട്ട് പഠിച്ചു പോണേ. നമുക്ക് നോക്കാം. നമ്മുടെ ചുറ്റുപാടുമുള്ള എല്ലാ സബ്സ്റ്റൻസുകളും നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നാണ് ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നേക്കുന്നത്, ആറ്റം കൊണ്ടാണ്. അപ്പോൾ അറ്റോമിക് തിയറിയിലെ വേർഡാണത്. അവിടെ ഒരു കാരണവശാലും എന്ത് ചെയ്യല്, അത് മറന്നു പോകല്. അതാണ്ട് മാറ്റർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ്, അതായത് ദ്രവ്യം എന്നാണ് മാറ്ററിനെ വിളിക്കുന്നത്. മാറ്റർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മൈന്യൂട്ട് പാർട്ടിക്കിൾസ് കോൾഡ് ആറ്റംസ്. അതായത് ഞാൻ ഏറ്റവും ഈസി ആയിട്ട് പറഞ്ഞു, നമ്മുടെ ചുറ്റുപാടുമുള്ള എല്ലാ സബ്സ്റ്റൻസുകളും നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഒറ്റ ആൻസർ മാത്രമേ ഉള്ളൂ, എന്തുകൊണ്ടാണ്? ആറ്റം കൊണ്ടാണ്. അത് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടും. പക്ഷെ അത് എന്തിനകത്തുള്ളതാണ്? അറ്റോമിക് തിയറിയിലുള്ളതാണ്. ഈ അറ്റോമിക് തിയറി നമ്മൾ മോഡേൺ അറ്റോമിക് തിയറി എന്ന് വിളിക്കും. അറ്റോമിക് തിയറി കൊണ്ടുവന്ന ആളുടെ പേര് ജോൺ ഡാൾട്ടൺ എന്നാണ്. ഇനി എക്സാമ്പിളിൽ ചെല്ലുമ്പം അറ്റോമിക് തിയറിക്ക് കൂടുതൽ മോഡേൺ എന്നൊരു വേർഡ് കണ്ടു. ഇനി മോഡേൺ അറ്റോമിക് തിയറി വേറെ വല്ലവരുമാണോ എന്നൊരു ചിന്ത വേണ്ട. മോഡേൺ അറ്റോമിക് തിയറി ആണെങ്കിലും ആര് തന്നെയാണ്? നമ്മുടെ ജോൺ ഡാൾട്ടൺ തന്നെയാണ് കേട്ടോ. അറ്റോമിക് തിയറി എന്ന് പറഞ്ഞാലും മോഡേൺ അറ്റോമിക് തിയറി എന്ന് പറഞ്ഞാലും ഒരാളുടെ തന്നെയാണ്. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് പഠിച്ചു. നമ്മുടെ അറ്റോമിക് തിയറിയിലെ ഒന്നാമത്തെ പോയിന്റ് നമ്മൾ പഠിച്ചിരിക്കുകയാണ്. ഇനി രണ്ടാമത്തെ പോയിന്റിലേക്ക് വരികയാണ്. അതാണ് ചോദ്യം. ഇതാണ്, നമ്മുടെ ഈ ആറ്റം എന്ന് പറയപ്പെടുന്നതിനെ നമുക്ക് നിർമ്മിച്ചെടുക്കാൻ പറ്റുമോ? ഓക്കെ, അതിനുശേഷം ആറ്റത്തെ നമുക്ക് നശിപ്പിക്കാൻ പറ്റുമോ? അത് പറ്റുമോ? അതുപോലെ തന്നെ ഡിവൈഡ് ചെയ്യാൻ സാധിക്കുമോ? തുടങ്ങിയ കാര്യങ്ങളിലേക്കാണ് പോകുന്നത്. ആണ്, ശ്രദ്ധിച്ചോളൂ. ആറ്റംസ് ക്യാൻ നെയ്തർ ബി ക്രിയേറ്റർ നോർ ഡിസ്ട്രോയിഡ്. ആറ്റത്തെ നമുക്ക് നിർമ്മിക്കാനോ നശിപ്പിക്കാനോ സാധ്യമല്ല. ഓക്കെ ആണ്, നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയിഡ്. നമുക്ക് അതിനെ നിർമ്മിച്ചെടുക്കുവാനോ അല്ലെങ്കിൽ നശിപ്പിക്കുവാനോ സാധ്യമല്ല. ആരെ? ആറ്റത്തെ എന്ന് ഓർത്ത് വെച്ചോളൂ. അപ്പോൾ രണ്ടാമത്തെ അറ്റോമിക് തിയറിലെ രണ്ടാമത്തെ പോയിന്റ് പഠിക്കാൻ വളരെ എളുപ്പമല്ലേ? ഓർത്ത് വെച്ചേക്കുക. ആറ്റംസ് ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയിഡ്. അപ്പോൾ 2 പോയിന്റ്സ് എളുപ്പമാണ് അല്ലേ? ഇപ്പോൾ ചുറ്റുപാടുള്ള എല്ലാം നിർമ്മിച്ചിരിക്കുന്നത് ആറ്റം കൊണ്ടാണ്. അടുത്ത പോയിന്റ് അതിലും എളുപ്പമാണ്, ആറ്റത്തെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ സാധ്യമല്ല. ഇനി അടുത്ത പോയിന്റ് നോക്കിയാലോ. അടുത്ത പോയിന്റിലേക്കാണ് പോകുന്നത്. തേർഡ് പോയിന്റ്. അതാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ഒരു പെൻ കാണുന്നുണ്ടല്ലോ നിങ്ങൾ? ഇതൊരു എലമെന്റ് ആണെന്ന് കരുതുക. ഇതൊരു എലമെന്റ്. ഈ എലമെന്റിനുള്ളിൽ ആരുണ്ടായിരിക്കും? ആറ്റംസ് ഉണ്ടായിരിക്കുമല്ലോ. സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ഉള്ളിൽ ആറ്റംസ് ഉണ്ടായിരിക്കും. അപ്പോൾ എൻ്റെ ചോദ്യം, ഈ എലമെന്റിലുള്ള ആറ്റംസിനെല്ലാം ഒരേ സൈസ് ആയിരിക്കുമോ? ആയിരിക്കുമോ? ഒരേ മാസ് ആയിരിക്കുമോ? ഒരേ പ്രോപ്പർട്ടീസ് ആയിരിക്കുമോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? യെസ്, നിങ്ങളുടെ മനസ്സിൽ വന്ന അഭിപ്രായം റൈറ്റ് തന്നെയാണ്. ആറ്റംസ് ഓഫ് ദി സെയിം എലമെന്റ്സ് ആർ ഐഡന്റിക്കൽ ഇൻ പ്രോപ്പർട്ടീസ്, സൈസ്, മാസ്. എന്ത് മനസ്സിലായി? സൈസും പ്രോപ്പർട്ടീസും മാസും എല്ലാം എന്തായിരിക്കും? ഒരു എലമെന്റിന്റെ ഉള്ളിലുള്ള ആറ്റംസ് എല്ലാം സെയിം ആയിരിക്കും. ഓക്കെ ആണ്. എളുപ്പമല്ലേ പഠിക്കാൻ? സെയിം മാസ് ആയിരിക്കും, സെയിം സൈസ് ആയിരിക്കും, സെയിം പ്രോപ്പർട്ടീസ് ആയിരിക്കും. ആർക്ക്? ഒരു എലമെന്റിന്റെ ഉള്ളിലുള്ള ആറ്റംസിന്. തിരിഞ്ഞു വെക്കല്ലേ? ഒരു എലമെന്റിലുള്ള ആറ്റംസിനെല്ലാം എന്തായിരിക്കും? സെയിം പ്രോപ്പർട്ടീസ് ആയിരിക്കും, സെയിം സൈസ് ആയിരിക്കും, സെയിം മാസ് ആയിരിക്കും. തെറ്റത്തില്ലല്ലോ. അപ്പോൾ 3 പോയിന്റേ നമ്മൾ പഠിച്ചുള്ളൂ. 3ഉം വളരെ എളുപ്പമുള്ളതായിരുന്നു അല്ലേ? അപ്പോൾ ഒന്നുകൊണ്ടെന്ന് പറഞ്ഞേ, ഏറ്റവും സ്മോളസ്റ്റ് ടൈനി പാർട്ടിക്കിൾ, നമ്മുടെ ചുറ്റുപാടുമുള്ള എല്ലാ സബ്സ്റ്റൻസിലെയും ടൈനി പാർട്ടിക്കിൾ ആര് തന്നെയാണ്? ആറ്റം തന്നെയാണ്. ദെൻ പഠിച്ച എന്താ? ആറ്റത്തെ നമുക്ക് നിർമ്മിക്കാനോ അല്ലെങ്കിൽ നശിപ്പിക്കാനോ സാധ്യമല്ല. അതാണ് നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയിഡ് എന്ന് പഠിച്ചു. അതിനുശേഷം എന്താ പറഞ്ഞേ? എന്തൊക്കെ കാര്യങ്ങൾ ഐഡന്റിക്കൽ ആയിട്ട് വരുന്ന ഒരു എലമെന്റിലുള്ള ആറ്റങ്ങൾക്ക് പ്രോപ്പർട്ടീസ്, സൈസ്, മാസ് എന്നിവ ഐഡന്റിക്കൽ ആയിരിക്കും. കണ്ടോ? ആറ്റംസ് ഓഫ് ദി സെയിം എലമെന്റ്സ് ആർ. ഓർത്ത് വെച്ചേക്കാം. ഇനി അടുത്ത പോയിന്റിലേക്ക് പോകാം. അടുത്ത പോയിന്റിലേക്ക് പോവാണ്. അടുത്ത പോയിന്റ് കണ്ടേ, നമുക്ക് 2 എലമെന്റ്സിനെ എടുക്കാം. ഇതൊരു എലമെന്റ്, എൻ്റെ ഈ കൈ ഒരു എലമെന്റ് ആയിട്ട് നിങ്ങൾ കരുതുക. 2 എലമെന്റ്. ഇനി ഞാൻ ഹൈഡ്രജൻ എന്ന് വിളിക്കുകയാണ്, ഇതിനെ ഓക്സിജൻ എന്ന് വിളിക്കുകയാണ്. നിങ്ങളോട് ചോദിക്കുകയാണ്, ഹൈഡ്രജന്റെ അതേ സൈസ് ആയിരിക്കും ഓക്സിജന്? ചാൻസ് ഇല്ല അല്ലേ? ഹൈഡ്രജന്റെ അതേ പ്രോപ്പർട്ടി ആയിരിക്കും ഓക്സിജന്? ആവില്ല അല്ലേ? ഹൈഡ്രജന്റെ അതേ മാസ് ആയിരിക്കുമോ ഓക്സിജന്റെ മാസ്? ഒരു കാരണവശാലും ആവില്ല അല്ലേ? യെസ്, അതാണ് നമുക്ക് അടുത്ത പഠിക്കാനുള്ള പോയിന്റ്. ആറ്റംസ് ഓഫ് ദ ഡിഫറെന്റ് എലമെന്റ്സ് ഡിഫർ ഇൻ their പ്രോപ്പർട്ടീസ്, മാസ് ആൻഡ് സൈസ്. ഓക്കെ, സൈസ് എഴുതിയിട്ടില്ല, നിങ്ങൾ പഠിച്ചോളാം. ഓക്കെ, അപ്പോൾ ആറ്റംസ് ഓഫ് ദി ഡിഫറെന്റ് എലമെന്റ്സ് ഡിഫർ ഇൻ their സൈസ്, പ്രോപ്പർട്ടീസ് ആൻഡ് മാസ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ മുമ്പേ പഠിച്ച ഓപ്പോസിറ്റ് പോയിന്റിലെ ഒരു എലമെന്റ് ആണെന്നുള്ള അതിനകത്തുള്ള എല്ലാവരും സെയിം ആയിരിക്കും. പക്ഷെ ഡിഫറെന്റ് എലമെന്റ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി എന്തായിരിക്കും? അതിന്റെ ഡിഫറെന്റ് പ്രോപ്പർട്ടി ആയിരിക്കും, ഡിഫറെന്റ് മാസ് ആയിരിക്കും, ഡിഫറെന്റ് സൈസും ആയിരിക്കും. ക്ലിയർ ആയില്ലേ? ഇപ്പം എന്തെളുപ്പമാണ് പഠിക്കാൻ വേണ്ടിയിട്ട്. യെസ്, അപ്പോൾ നമ്മൾ 4ാമത്തെ പോയിന്റും പഠിച്ചിരിക്കുന്നു. ഇനി 5ാമത്തെ പോയിന്റ് ആണ് പറയാൻ പോകുന്നത്. ഇവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ സംഭവിക്കുന്നതായിട്ടൊന്ന് മനസ്സിൽ കരുതിക്കേ. സപ്പോസ് ചെയ്തേ, കെമിക്കൽ റിയാക്ഷൻ
ഈ കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്ന സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ഏതായിരിക്കും? ഡെഫിനറ്റ്ലി ആര് തന്നെയായിരിക്കും? ആറ്റം ആയിരിക്കും. എന്തെങ്കിലും ചിന്തിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ആറ്റം ഈസ് എ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ദാറ്റ് ക്യാൻ ടേക്ക് എ പാർട്ട് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. ഏത് കെമിക്കൽ റിയാക്ഷൻ എടുത്തു, അതിനകത്ത് ഏറ്റവും സ്മോളസ്റ്റ് പാർട്ടിക്കിൾ, അതിൽ പങ്കെടുക്കുന്ന ഏറ്റവും സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ഏതായിരിക്കും? ആറ്റം ആയിരിക്കും. അപ്പൊ ആറ്റം ഈസ് എ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ദാറ്റ് ക്യാൻ ടേക്ക് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. ഒരു കെമിക്കൽ റിയാക്ഷനിലുള്ള ഏറ്റവും ചെറിയ പാർട്ടിക്കിൾ എപ്പോഴും ആര് തന്നെയായിരിക്കും? ആറ്റം തന്നെയായിരിക്കും. വേറൊരു ചിന്തയുടെ ആവശ്യമില്ല. ഓക്കെ, അപ്പൊ 5 പോയിന്റുകൾ കഴിഞ്ഞു. നമ്മൾ എങ്ങോട്ടാണ്? യെസ്, ലാസ്റ്റ് പോയിന്റ്, 6ാമത്തെ പോയിന്റിലേക്കാണ് പോകുന്നത്. ആറ്റങ്ങൾ കമ്പൈൻ ചെയ്യുമോ? ഡെഫിനറ്റ്ലി. ആറ്റംസ് എന്ത് ചെയ്യാറുണ്ട്? കമ്പൈൻ ചെയ്യാറുണ്ട്. ആറ്റംസ് കമ്പൈൻ ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി ഒരു റേഷ്യോ വഴിയാണ് കമ്പൈൻ ചെയ്യുക. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഹൈഡ്രജനും ഓക്സിജനും, ഹൈഡ്രജൻ ആറ്റവും ഓക്സിജൻ ആറ്റവും കമ്പൈൻ ചെയ്യുകയാണ്. ഇവർ കമ്പൈൻ ചെയ്യാൻ വേണ്ടി എടുത്ത റേഷ്യോ ഉണ്ട്. ഏതാണ്? 2:1 എന്ന റേഷ്യോയിലാണ് ഇവർ കമ്പൈൻ ചെയ്തത്. അപ്പോൾ 2 ഹൈഡ്രജനും ഒരു ഓക്സിജനും തമ്മിലാണ് കമ്പൈൻ ചെയ്യുന്നത്. 2 ഹൈഡ്രജൻ ആറ്റംസും ഒരു ഓക്സിജൻ ആറ്റവും തമ്മിലാണ് എന്ത് ചെയ്യുന്നത്? കമ്പൈൻ ചെയ്യുന്നത്. ഇവ തമ്മിൽ കമ്പൈൻ ചെയ്ത് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും എന്തായിരിക്കും ഉണ്ടാവുക എന്ന് നമുക്കറിയാം. എന്താ ഉണ്ടാകുന്നത്? H2 ആണ് ഉണ്ടാകുന്നത്. ആരാ ഉണ്ടാകുന്നത്? H2 ആണ് ഉണ്ടാവുന്നത്. അപ്പൊ തീർച്ചയായും ഈ H2നെ നമ്മൾ എന്താ വിളിക്കുന്നത്? കോമ്പൗണ്ട് എന്നല്ലേ വിളിക്കുന്നത്? യെസ്, പഠിച്ച കാര്യം ഇത്രയേ ഉള്ളൂ. കോമ്പൗണ്ട്സ് ഉണ്ടാകുന്നത് എങ്ങനെയാന്ന് ചോദിച്ചാൽ, കോമ്പൗണ്ട്സ് ആർ ഫോംഡ് വെൻ ആറ്റംസ് ഓഫ് 2 or more elements combine in a simple ratio. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഒരു സിമ്പിൾ റേഷ്യോയിൽ ആറ്റംസ് കമ്പൈൻ ചെയ്യുകയാണ്. അത് 2 or more ആയിരിക്കാം. ഓക്കെ, 2ഓ അതിലധികമോ ആറ്റംസ് എന്ത് ചെയ്യുകയാണ്? ഒരു സിമ്പിൾ റേഷ്യോയിൽ കമ്പൈൻ ചെയ്താൽ നമുക്ക് ആരെ കിട്ടും? യെസ്, കോമ്പൗണ്ട്സിനെ കിട്ടും. ആര് പറഞ്ഞു തന്നു? ജോൺ ഡാൾട്ടൺ. എവിടെ പറഞ്ഞു തന്നു? മോഡേൺ അറ്റോമിക് തിയറി, അല്ലെങ്കിൽ അറ്റോമിക് തിയറിയിൽ നമുക്ക് പറഞ്ഞു തന്ന കാര്യമാണ്. ക്ലിയർ ആണ്? അപ്പൊ അറ്റോമിക് തിയറി നമുക്ക് ഒന്നുകൂടെ ഒന്ന് നോക്കിയേക്കാം. എല്ലാ പോയിന്റുകളും നമുക്കൊന്ന് നോക്കാം. ആദ്യത്തെ പോയിന്റ് എന്തായിരുന്നു? മാറ്റർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മൈന്യൂട്ട് പാർട്ടിക്കിൾസ് കോൾഡ് ആറ്റംസ്. വളരെ ഈസി. അതിനടുത്തത്, ആറ്റംസ് ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയിഡ്. അതും എളുപ്പമാണ്. അതിനുശേഷം പഠിച്ചെന്താ? ആറ്റംസ് ഓഫ് ദി സെയിം എലമെന്റ്സ് ആർ ഐഡന്റിക്കൽ ഇൻ എന്തൊക്കെ? പ്രോപ്പർട്ടീസ്, സൈസ് ആൻഡ് മാസ്. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് ഇതേപോലെ ഇരിക്കുന്ന പോയിന്റ് ആയിരുന്നില്ലേ? എസ് എന്തായിരുന്നു? ആറ്റംസ് ഓഫ് ഡിഫറെന്റ് എലമെന്റ്സ് ഡിഫറെന്റ് ദെയർ പ്രോപ്പർട്ടീസ്, മാസ് ആൻഡ് സൈസ്. ഓക്കെ, അടുത്ത പോയിന്റ് എന്താ? ആറ്റം ഈസ് സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ദാറ്റ് ക്യാൻ ടേക്ക് ഇൻ എ പാർട്ട് ഓഫ് കെമിക്കൽ റിയാക്ഷൻ. ഏത് കെമിക്കൽ റിയാക്ഷനിലും ഏറ്റവും ചെറിയ മൈന്യൂട്ട് പാർട്ടിക്കിൾ ഏതായിരിക്കും? അത് നമ്മുടെ ആറ്റം ആയിരിക്കും. ദെൻ കോമ്പൗണ്ട്സിന്റെ ഡെഫിനിഷൻ നൽകി. എന്തായിരുന്നു? കോമ്പൗണ്ട്സ് ആർ ഫോംഡ് വെൻ ആറ്റംസ് ഓഫ് 2 or more elements combine in a simple ratio. സിമ്പിൾ റേഷ്യോ വേണം കേട്ടോ. അപ്പൊ സിമ്പിൾ റേഷ്യോയിൽ കൂടി ചേർന്നാൽ മാത്രമേ അത് എന്തായി മാറത്തുള്ളൂ? കോമ്പൗണ്ട്സ് ആയിട്ട് മാറുകയുള്ളൂ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായി മനസ്സിലായി എന്ന് വിശ്വസിക്കുകയാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു ഓൾ.